മാറ്റമാണെങ്കിലും ഈ വരുന്ന വ്യാഴ ശുക്ര സംയോഗം. കാര്യം 2-3 മാസത്തേക്കാണ് കിട്ടുന്നതെങ്കിൽ 2-3 മാസമൊക്കെ ഇവർക്ക് അടിപൊളിയായിരിക്കും. പൊതുവിൽ ഇൻലോസ് ഉള്ളവർക്ക്, ഇപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയോ ഭാര്യയുടെ അച്ഛനും അമ്മയോ ഇൻലോസ് ഉള്ളവരുമായിട്ട് ഇൻലോസിനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു ചെറിയ ക്ലാഷ് ഒക്കെ ഉണ്ടാവും. പിന്നെ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അപ്രീതി, മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയൊക്കെ കിട്ടാം. കൂടുതൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക, കുറച്ചുകൂടി നല്ല നല്ല രീതിയിലുള്ള ചിന്തകളൊക്കെ കുറച്ചൊന്നും കൂടി നമ്മൾ യുക്തിസഹജമായ ചിന്തകളോടുകൂടി വിവേകബുദ്ധിയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഈ ഒരു വർഷം. ചിങ്ങം രാശി എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള രാശികളിൽ ഒന്നാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത്. ഇവിടെ 2025 ചിങ്ങം രാശിക്ക് എങ്ങനെയാവും എന്നുള്ളത് പറയാമോ? ചിങ്ങൻ രാശിക്കാർക്ക് 2025 ശനി എന്ന് പറയുന്നത്, ശനി 2025 അവർക്ക് അഷ്ടമത്തിലേക്കാണ്. അഷ്ടമത്തിലെ ശനി നമ്മൾ അത്ര നല്ലതായിട്ട് കണക്കാക്കുന്നില്ല എങ്കിലും ഇവർക്ക് കുറെ ഗുണങ്ങൾ വേറെ വരുന്നുണ്ട്. കാരണം വ്യാഴ ശുക്ര സംയോഗമൊക്കെ ഇവർക്ക് ഗുണം കൊണ്ടു തരുന്നതാണ്. ഏതാണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി വർഷം തന്നെയാണ്. ശനി 8-ലാണെങ്കിലും അടിപൊളി തന്നെയാണ് ഇവർക്ക്. പക്ഷെ അടിപൊളി കിട്ടിയില്ല എന്ന് പറയുന്ന പരാതിക്കാരുണ്ടാവാം കൊല്ലം തീരുമ്പോൾ. എന്തായാലും ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ചിങ്ങം രാശി കുട്ടികളെന്ന് പറഞ്ഞൊരു 10 വയസ്സിന് മേലോട്ടുള്ളവർ തൊട്ട് പ്രത്യേകിച്ച് മധ്യപ്രായമുള്ളവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. അഷ്ടമത്തിലാണ് ശനി. ഇവർക്ക് നിരന്തരമായിട്ട് വിട്ടുമാറാത്ത ഏതെങ്കിലും ഒരു രോഗം, അത് എന്തെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഏതെങ്കിലും തരത്തിലോ വിട്ടുമാറാത്ത ഒരു രോഗത്തിന് ഒരു പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് രോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിരന്തരമായിട്ട് അതിനൊരു ചികിത്സ തേടേണ്ടതായിട്ട് വരും. കാരണം ഈ ഒരു അഷ്ടമത്തിലെ ശനി അങ്ങനെ ഒരു ദോഷം അവർക്ക് വരുത്തി വയ്ക്കുന്നുണ്ട്. എങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള വിൽ പവറുള്ള കാര്യങ്ങൾ ഇപ്പുറത്ത് അവർക്ക് സംഭവിക്കുന്നുണ്ട്. വ്യാഴത്തിന്റെ മാറ്റമാണെങ്കിലും ഈ വരുന്ന വ്യാഴ ശുക്ര സംയോഗം. കാര്യം 2-3 മാസത്തേക്കാണ് കിട്ടുന്നതെങ്കിൽ 2-3 മാസമൊക്കെ ഇവർക്ക് അടിപൊളിയായിരിക്കും പൊതുവില്. പിന്നെ അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും വരുത്തി വയ്ക്കുന്ന രോഗങ്ങൾ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്നവർക്ക്, പല വാദസംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടോ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ചുകൂടി നല്ല ചികിത്സകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് മോശമില്ലാത്തൊരു വർഷം തന്നെയായിരിക്കും. വരുമാനങ്ങളാണെങ്കിൽ വർദ്ധിക്കാനും, കർമ്മരംഗത്ത് ഇവർക്ക് ചെലവുകൾ കൂടുന്നതനുസരിച്ച് വരുമാനം വർദ്ധിക്കും. ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് നമുക്ക് പണം വേണമെന്ന് വിചാരിക്കുമ്പോൾ അതിനുള്ള ഒരു കർമ്മ രംഗത്ത് വരുമാനം വർദ്ധിക്കാനുള്ള സ്രോതസ്സുകളൊക്കെ ഇവർക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. പൊതുവെ ഇവർക്ക് എല്ലാം കൊണ്ടും നല്ലൊരു വർഷം തന്നെയാണ് 2025. പിന്നെ അതുപോലെ തന്നെ ലയബിലിറ്റികളൊക്കെ തിരിച്ചടയ്ക്കാൻ, ഇപ്പോൾ ബാങ്ക് ലോണുകളോ അല്ലെങ്കിൽ കടം വാങ്ങിച്ചതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള വഴികളൊക്കെ ഇവർക്ക് മുന്നിൽ തെളിഞ്ഞു വരും. പിന്നെ ചിലപ്പോൾ നിയമ നടപടികളൊക്കെ ഇവർക്ക് അനുകൂലമാകും. ചില കേസുകളൊക്കെ സിവിൽ കേസുകളൊക്കെ ഉണ്ടായിരുന്നവർക്ക്, ചെക്ക് കേസുകളൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ നിയമ നടപടികളൊക്കെ അനുകൂലമായിട്ടൊക്കെ വർഷമധ്യത്തോടു കൂടി കിട്ടും. കാരണം ഇതുവരെ കേസൊക്കെ നടത്തി ക്ഷീണിച്ചിരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ വർഷം അവർക്ക് കേസുകളൊക്കെ അനുകൂല സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് പല വെല്ലുവിളികളും ഇവർക്ക് കർമ്മരംഗത്ത് നേരിടേണ്ടി വരാം. അപ്രതീക്ഷിതമായ പല സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. എങ്കിലും ഇതൊക്കെ തന്നെ തരണം ചെയ്തിട്ട് കടന്നു പോകാനുള്ളൊരു മനോബലം ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇൻലോസ് ഉള്ളവർക്ക്, ഇപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയോ ഭാര്യയുടെ അച്ഛനും അമ്മയോ ഇൻലോസ് ഉള്ളവരുമായിട്ട് ഇൻലോസിനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു ചെറിയ ക്ലാഷ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് സംയമനം പാലിക്കുന്നത് നല്ലതാണ്. ഇൻലോസുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് അങ്ങനെ ഉണ്ടാവും. അത് സമയത്തിന്റെ ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതൊന്നൊരു സംയമനം പാലിക്കാം. പിന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ തൊഴിൽശാലകളിൽ നേരിടേണ്ടതായിട്ട് വരാം, തൊഴിൽ മേധാവികൾക്ക്. പിന്നെ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അപ്രീതി, മേലുദ്യോഗസ്ഥരുടെ അപ്രീതിയൊക്കെ കിട്ടാം. അപ്പം അതിനെയൊക്കെ ഒരു പരിഹരിച്ച് സ്വയം നമ്മൾ ഒന്ന് മാനസിക ബലം എടുത്ത് പോയി കഴിഞ്ഞാൽ ചിങ്ങരാശിക്കാർക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും കർമ്മരംഗത്തിലും ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ വിജയം കൈവരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മീഡിയ പോലെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങരാശിക്കാർക്ക്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കുറേ സമൂഹത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതും ജനാഭിപ്രായം കൂടുതൽ നല്ലതാവുന്ന രീതിയിലൊക്കെ പുതിയ പുതിയ തലങ്ങൾ കണ്ടുപിടിക്കാനും പുതിയ ആളുകളുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ കൂടുതൽ സമയം ഇവർക്ക് ഈ 2025 ഉണ്ടാവും. എല്ലാം കൊണ്ടും ഒരു നേട്ടങ്ങളുടെ ഒരു വർഷം തന്നെയാണ് 2025. പിന്നെ ശനി അഷ്ടമത്തിലായതുകൊണ്ട് കൂടുതൽ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക, കുറച്ചുകൂടി നല്ല നല്ല രീതിയിലുള്ള ചിന്തകളൊക്കെ കുറച്ചൊന്നും കൂടി നമ്മൾ യുക്തിസഹജമായ ചിന്തകളോടുകൂടി വിവേകബുദ്ധിയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഈ ഒരു വർഷം. സന്തോഷം. കാര്യം ഈ പറയുന്ന കേൾക്കുമ്പോൾ ഉള്ളതിനേക്കാളും അറിഞ്ഞ ഫലങ്ങൾ, അതായത് ചിങ്ങം രാശി നമ്മൾ പൊതുവെ കേൾക്കുമ്പോൾ ഒരു ചിങ്ങം രാശി എപ്പോഴും നല്ലതായിരിക്കും എന്നൊരു വിശ്വാസം ടീച്ചർ പറയുമ്പോൾ അതിൻ്റെ വളരെ പ്രസക്തമുണ്ട്. അതായത് ചിങ്ങരാശിക്കാർക്ക് എന്തു വന്നു കഴിഞ്ഞാൽ 2025 നല്ലൊരു വർഷമായിരിക്കും. സന്തോഷം, നന്ദി. അടുത്ത രാശിയിലേക്ക് പോവാം. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് കന്നിരാശിയിൽ ഉത്രം അവസാന പാദം വരുന്നുണ്ട്.
ഉത്രം അവസാന പാദം വരുന്നവർക്ക് കുറച്ച് മോശമാണ്. എങ്കിലും കന്യരാശിക്കാർക്ക് ശനിയുടെ മാറ്റവും കൂടെ 2025 അവരെ ബാധിക്കുന്നുണ്ട്. അവർക്ക് ശനി 7-ലാണ്. 7 എന്ന് പറയുമ്പോൾ കളത്ര ഭാവത്തിലാണ്. ശനി 7-ലേക്കാണ് മാറുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ ഈ ഒരു വർഷം 2024 അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന ശനി എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുമ്പോൾ കളത്രഭാവം വരെ ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികളുമായിട്ട്, അതുപോലെ ബിസിനസ്സിലെ പങ്കാളികളുമായിട്ടൊക്കെ എപ്പോഴും 7 എന്ന് പറയുന്ന പ്രത്യേക സംസർഗം കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇനിയുള്ള ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ തന്നെ കുടുംബത്തിലെ പങ്കാളിയായിട്ട് ചിലപ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം, ബിസിനസ്സിലെ പങ്കാളികളുമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. എന്നാലും അത് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ വ്യാഴം അവർക്ക് ഗുണം കൊണ്ടുതരുന്നുണ്ട്. പ്രത്യേകിച്ച് ദീർഘകാല പദ്ധതികൾ ഇപ്പോൾ ഈ വർഷമല്ല, അടുത്ത വർഷം റിസൾട്ട് കിട്ടുമെന്നും അടുത്ത വർഷം അതിൻ്റെ ഇൻകം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ദീർഘകാല പദ്ധതികളൊക്കെ ഇവർക്ക് തുടങ്ങി വെക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തുടങ്ങി വെച്ചിട്ട് അത് മുഴുവനാവാത്തവർക്ക്, അപൂർണതയിൽ നിൽക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് അത് ഈ വർഷം മുഴുവനാക്കിയിട്ട് അതിൽ നിന്ന് റവന്യൂ ഒക്കെ വരാൻ തുടങ്ങും. പിന്നെ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുള്ളവർ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ആരംഭിച്ച് കഴിഞ്ഞിട്ട് പകുതി വെച്ച് പങ്കാളികളെ പിരിച്ചുവിട്ട് പാർട്ട്നേഴ്സിനെ പിരിച്ചുവിടുന്നതിനേക്കാൾ നല്ലത് തുടങ്ങുന്ന സമയത്തിന് മുൻപൊന്ന് ആലോചിച്ചിട്ട് നല്ലൊരു സമയം വരുമ്പോൾ തുടങ്ങിയാൽ മതി എന്ന് ചിന്തിക്കുന്നത് അവർക്ക് നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു 2025 വർഷം എന്ന് പറയുന്നത്. പിന്നെ പ്രണയകർത്താക്കളായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ വിവാഹത്തിന് തടസ്സങ്ങളൊക്കെ വരാം. കാരണം കുടുംബാംഗങ്ങളുടെ തടസ്സം നേരിടണം, അവർക്കൊന്നും വിവാഹം നടക്കാതിരിക്കും. കാരണം എല്ലാ യുവജനങ്ങളും ആഗ്രഹിക്കുന്ന ചിലപ്പോൾ പ്രണയിച്ചു കഴിഞ്ഞ് വിവാഹം നടക്കുന്നു. പക്ഷേ 2025 അവർക്കൊരു അത്ര നല്ലൊരു സമയമല്ല. കാരണം 7 ആ ഒരു ശനി അത് വരുന്നത് ഇവർക്ക് ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ജീവിതത്തിലൊരു നേട്ടങ്ങളൊന്നും കിട്ടില്ല. പിന്നെ കൂടാതെ തന്നെ അവരുടെ ആ ചിന്താഗതികളൊക്കെ മാറാം. അപ്പം ഇതുവരെ പറഞ്ഞിരുന്നതൊന്നും ആവില്ല. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നോക്കം വലിക്കുന്ന അവസരങ്ങൾ വരാം. ചില കേസുകൾ, കുടുംബമായിട്ടുള്ള കേസുകൾ ചിലത് കുടുംബ കോടതി വരെയൊക്കെ എത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ചിലപ്പോൾ വീട്ടിലെ വഴക്കുകളൊക്കെ മൂർച്ഛിച്ച് ഈ ബന്ധം തന്നെ വേണ്ടാന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പങ്കാളികൾ മാറാം. അപ്പം എല്ലാം കൊണ്ടും ഒന്ന് ഒരു നിയന്ത്രണം കുടുംബത്തിൽ കാരണം അവർക്ക് കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം പിന്നെ വിദേശത്ത് തൊഴിലാഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിലും വിദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരാം. തൊഴിൽ കിട്ടാനോ തൊഴിലിൽ പ്രവേശിക്കാനോ ഒക്കെ ചിലപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാം. അപ്പോൾ പൊതുവേ ഈ കന്യരാശിക്കാർക്ക് ഈ ഒരു 2025 മുഴുവനും നല്ലതാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് അവർക്കൊരു നല്ല ഫലങ്ങൾ കൊണ്ടുതരുന്നില്ല. എങ്കിലും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ 3-4 മാസങ്ങളിൽ ഇവർക്ക് ആ ഒരു അവസ്ഥ നല്ലതായിരിക്കും. കാരണം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ അവർക്ക് വളരെ മോശകരമാണ്. പക്ഷേ ജൂലൈ തൊട്ട് അങ്ങോട്ടേക്ക് അവർക്ക് കുറച്ച് ഗുണങ്ങൾ കൂടുന്ന മാസമാണ്. ചെലവുകൾ കൂടുന്നതനുസരിച്ച് ഇവർക്ക് ലയബിലിറ്റി കൂടാം, ചികിത്സാ ചെലവുകൾ കൂടാം, കുടുംബത്തിലെ ചെലവുകൾ കൂടാം. കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ വരുമ്പോൾ തന്നെ ഇവർക്ക് ചെയ്യുന്ന ജോലിയിൽ ഇവർക്ക് മനസാന്നിധ്യം നഷ്ടപ്പെടാം. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് കൂടുതൽ ഈ കന്യരാശിക്കാർ ഇപ്പോഴേ തന്നെ കുറച്ചൊരു ദൈവാധീനം ഉണ്ടാക്കിയെടുക്കലും മനസ്സിനൊരു സംയമനം പാലിക്കലും മനസ്സിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിക്കുന്നതും അവരുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതൊക്കെ നന്നായിരിക്കും. അല്ലെങ്കിൽ ജോലിയിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കാതെ കുടുംബ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ വരുമാനത്തിലൊക്കെ വീഴ്ചകൾ വന്നു ചേരാം. ബാങ്ക് ലോണുകളൊക്കെ ചിലപ്പോൾ തിരിച്ചടയ്ക്കാൻ ആ ഒരു സമയമൊക്കെ വന്ന് അവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷപ്രദം തന്നെയാണ് ഈ കന്യരാശിക്കാർക്ക്. എങ്കിലും അതിനെ അതിജീവിക്കാനുള്ള മനോബലം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ കന്യരാശിക്കാരുടെ ദോഷങ്ങൾ കുറയുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കന്യരാശിക്കാർക്ക് ദോഷം കുറയാനായിട്ട് അവർ ദുർഗാദേവിയെ ഭജിക്കുന്നത് നല്ലതാണ്. ദുർഗയുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ ഇവിടെ കുറവാണ്. എങ്കിലും ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി അങ്ങനെയുള്ള പുഷ്പാഞ്ജലികൾ ചെയ്യുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചോറ്റാനിക്കര അമ്മയെ ദർശിക്കുക. അതുപോലെ കൊടുങ്ങല്ലൂരാണെങ്കിൽ പോയിട്ട് കൊടുങ്ങല്ലൂർ അമ്മയെ നമ്മൾ നല്ലതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് അവിടെ രക്തപുഷ്പാഞ്ജലി ഉണ്ട്, അത് ചെയ്യുക. ഒരു പിടിപ്പണം എടുത്തിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുക, നമ്മുടെ ദുരിതങ്ങൾ മാറാൻ. അതുപോലെ തന്നെ അവിടെ നാളികേരം ഉടയ്ക്കുക. ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഒന്നിലില്ല അതിരാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയെ ദർശിക്കുന്നതും ചുവന്ന പട്ട് വാങ്ങി അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്, കടും പായസം നേദിക്കുന്നതൊക്കെ നല്ലതാണ്. ഇനി അങ്ങനെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ വീടിനടുത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദുർഗയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഇപ്പം നമുക്കതേ സാധിക്കുള്ളൂ. അപ്പോൾ വനദുർഗയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയിട്ട് നമ്മൾ അതിരാവിലെ പോയിട്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നതും അവിടെ ആവുന്ന വഴിപാടുകൾ
വഴിപാടുകൾ, നമ്മളെ കൊണ്ടാവുന്ന വഴിപാടുകൾ. ഇപ്പം നമ്മളൊരു വഴിപാട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലയൻറ്റിന് അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പറ്റുന്ന വഴിപാടുകൾ കയ്യിലുള്ളത് എന്താണോ അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ദേവതകളെ ദർശിക്കുമ്പോൾ വെറും കൈയോടെ പോകരുതെന്നാണ്. 1 രൂപ നാണയോ അല്ലെങ്കിൽ കുറച്ച് പൂവോ പുഷ്പങ്ങളോ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ വെറും കൈയോടെ പോവാതെ ഉള്ളത് കൊണ്ടേ കൊടുത്തിട്ട് അമ്മയ്ക്ക് നമ്മൾ കടുംപായസം നേദിക്കുക, രക്തപുഷ്പാഞ്ജലി ചെയ്യുക, അല്ലെങ്കിൽ 1 മീറ്റർ ചുവന്ന പട്ട് വാങ്ങി അമ്മയ്ക്ക് സമർപ്പിക്കുക. അങ്ങനെ ആവുന്ന വഴിപാടുകൾ ചെയ്യുന്നത്. പിടിപ്പണം സമർപ്പിക്കാം. എല്ലാ ദിവസവും ഒരു 50 പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ 1 രൂപ എടുത്ത് കൂട്ടി വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആല്, ക്ഷേത്രത്തിൽ ആല്, വീടിനടുത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ആലുണ്ടെങ്കിൽ ആലിന് 7 പ്രദക്ഷിണം ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ കന്നിരാശിക്കാർക്ക് അവരുടെ തന്നെ പക്കപ്പിറന്നാൾ വരുന്നുണ്ട്. ഈ പക്കപ്പിറന്നാൾ ദിവസം നോക്കിയിട്ട് അന്നേ ദിവസം പോയിട്ട് നവഗ്രഹ ക്ഷേത്ര ദർശനം, ഒന്നും ചെയ്യാൻ പറ്റുന്ന ക്ഷേത്ര ദർശനം ചെയ്യാം നവഗ്രഹങ്ങൾക്ക്. എന്നിട്ട് പ്രദക്ഷിണം ചെയ്ത് നവഗ്രഹ മന്ത്രം അല്ലെങ്കിൽ സ്തോത്രങ്ങൾ ജപിക്കുക. മന്ത്രവും മൂലമന്ത്രവും സ്തോത്രവും ഉണ്ട്. അതിലേതെങ്കിലും അറിയാമെങ്കിൽ അത് ജപിക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും അറിയാവുന്ന സ്വാത്വികരോട് അത് ചോദിച്ച് പഠിച്ചൊരു കടലാസിൽ എഴുതി പഠിച്ചിട്ട് പോയിട്ട് അത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നവഗ്രഹങ്ങളുടെ ആ ഒരു എനർജി നമ്മളിലേക്ക് വരാൻ തുടങ്ങും. അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. യൂണിവേഴ്സൽ എനർജി കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ഉപായങ്ങളുണ്ടോ എസ്പെഷ്യലി ഈ വരുന്ന വർഷങ്ങളിൽ ഒന്നുകിൽ ചോറ്റാനിക്കരയോ കൊടുങ്ങല്ലൂരോ അഭയം പ്രാപിക്കുക. അമ്മ കൈവിടില്ല. തീർച്ചയായിട്ടും അമ്മ നമ്മളെ സംരക്ഷിക്കും. അമ്മ കുട്ടികളെ കൈവിടാറില്ലല്ലോ. കന്നിരാശിക്കാർക്ക് 2025 നല്ല ഫലങ്ങളായിരിക്കട്ടെ, നല്ല വർഷമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.